നമസ്കാരം. ഇത്രയും വലിയൊരു മഹാസമുദ്രം, ഈ സമുദ്രത്തിന്റെ കരയിൽ ഒരു ജനസമുദ്രം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വളരെ സന്തോഷപൂർവമാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ MLA പറഞ്ഞത് വെറും ഷൂട്ടിംഗ് അല്ല ഞാനവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഒരാൾ ഇടി മുഴുവൻ കൊള്ളുകയായി. ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ സഹിക്കാൻ അത് ഞാൻ പണത്തിന് വേണ്ടി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വരുന്ന വഴി എനിക്ക് ലീഡ് ചെയ്യാനായിട്ട്, എന്നെ വഴി കാണിക്കാനായിട്ടൊരു വണ്ടി അയച്ചിരുന്നു. ആ വണ്ടി വേറെ വഴിക്ക് പോയി. ഞാൻ ആ കോട്ടപ്പുറം ടോളിന്റെ അവിടെ 30 മിനിറ്റ് നിന്നു ഈ വഴി കാണിച്ചു തരാൻ വരാൻ ആൾക്കാർക്ക്. അപ്പൊ ഈ 30 മിനിറ്റ് എന്റെ അക്കൗണ്ടിൽ പെടൂല വൈകിയത്. അത് നിങ്ങൾ വഴി കാണിക്കാൻ അയച്ച ആളുടെ അതിബുദ്ധി കൊണ്ട് മാത്രമാണ് അങ്ങനെ അരമണിക്കൂർ ഞാൻ വൈകിയത്. ഇതൊരു നിങ്ങൾ ഇത്രയും പേര് ഒച്ചയെടുത്തു കഴിഞ്ഞാൽ അതിനും പൊക്കത്തി ഒച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. വളരെ കുറച്ചുപേരെ എനിക്ക് കാണാവുള്ളൂ. അങ്ങോട്ടുള്ളവർക്ക് ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് നിൽക്കുക. ഈ കടപ്പുറത്തിനടുത്താണ് ഞാൻ എൻ്റെ ആദ്യകാല സിനിമകളൊന്നായ കാലചക്രത്തിന്റെ ഷൂട്ടിങ്ങിന് വന്നു. കോട്ടപ്പുറം പുഴയ്ക്ക് അക്കരെ ഇക്കരെയും ആളെ കടത്തുന്ന കടത്തുകാരനായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ എല്ലാവരും കൂടെ ഈ കടത്തി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ MLAക്ക് എന്തോ ദുർവാശിയാണെന്ന് തോന്നുന്നു എന്നോടം വരെ കൊണ്ടുവരാൻ. പല പ്രാവശ്യമായി വരികയും പല പ്രാവശ്യം പറയുകയും പല പ്രാവശ്യം ഞാൻ ഒഴിവ് പറയുകയും. പക്ഷെ ഇന്നാണ് ഈ പരിപാടി എന്നുള്ള വിവരം ഇന്ന് രാവിലെ MLA അവിടെ എത്തിയപ്പോഴേ ഞാൻ അറിയുന്നു. ഇന്ന് രാവിലെ MLA അവിടെ എത്തിയത് ഒരു കുപ്പി വിഷവുമായിട്ടാണ്. ഒന്നുകിൽ എനിക്ക് ഈ വിഷം നിന്ന് എന്നെ കൊല്ലണം, നിങ്ങൾ വരാതിരുന്ന നാട്ടുകാർ എന്നെ കൊല്ലുന്നു. ഞാൻ പറഞ്ഞ ഈ നാട്ടുകാരുടെ വോട്ട് വാങ്ങിച്ചാണല്ലോ നിങ്ങൾ MLA ആയത്, പിന്നെ എന്തിനാണ് അവര് നിങ്ങളെ കൊല്ലുന്നത്? അല്ല, നിങ്ങളെ കൊണ്ടിയല്ലാവെന്ന് ഞാൻ ഏറ്റുപോയി. കൊണ്ടിയുന്നില്ലെങ്കിൽ വോട്ട് തരാത്ത വോട്ടെ ജീവൻ പോലും തരൂലെന്ന്. ഞാനേതായാലും കോട്ടപ്പുറത്തുകാരെ, ഈ അഴീക്കോട് മുനക്കൽക്കാരെ അത്ര മോശക്കാരും ക്രൂരന്മാരും ദുഷ്ടന്മാരുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത്രയും ഭീകരമായ ഈ സമുദ്രത്തോട് മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പാവം MLA അങ്ങനെ ദ്രോഹം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളുടെ ഈ സ്നേഹവാത്സല്യങ്ങൾ, സ്നേഹാദരങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങാൻ ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ MLAമാരിങ്ങനെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രധാന ജോലി മുടങ്ങിപ്പോകും. വളരെ അപൂർവമായിട്ട് മാത്രം എനിക്കും സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. ഇനിയിപ്പോൾ രാത്രി പോയി കിടന്നിറങ്ങി രാവിലെ വീണ്ടും കുളിച്ചെണീറ്റ് തല്ലുകൊള്ളാൻ പോകണം. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പലർക്കും ഇന്നത്തെ രാത്രി ഒഴിവായി വിശ്രമിക്കാം. നമുക്കൊന്നും വിശ്രമമില്ലാത്തവരാണ്. ഏതായാലും നിങ്ങളുടെ സ്നേഹാദരങ്ങളാണ് എൻ്റെ വിശ്രമം ഇല്ലാതാക്കുന്ന ദിനങ്ങൾക്ക് ഉത്തരവാദികൾ. വളരെ സ്നേഹമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഈ മഹാസമ്മേളനമാണ്. ഇവിടെ എന്തെങ്കിലും കലാപരിപാടി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇത്രയും നേരം എനിക്ക് വേണ്ടി കാത്തിരുന്നതാണ്. ഇത്രയും സമയം ഈ മഞ്ഞത്ത്, ഈ കടപ്പുറത്ത്, ഈ തീരോത്സവത്തിന് വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരുന്ന നിങ്ങളോട് എല്ലാവരോടും എൻ്റെ അഗൈതവുമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ ഉത്തരവാദി നമ്മുടെ ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടും അത്ര വലിയ കുഴപ്പമൊന്നും ഞാൻ എങ്ങനെയോട് പറഞ്ഞില്ല. കുറച്ചുകൂടെ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ 30 മിനിറ്റ് കൂടെ നേരത്തെ വരാമായിരുന്നു. കുറച്ച് വീട്ടിലെത്തിയ ആൾക്കാർ കൂടെ എന്നെ കാണാൻ, എനിക്ക് അവരെയും കാണാമായിരുന്നു. എന്തായാലും ഇവിടെ വന്നു, നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും വളരെയേറെ സന്തോഷമുണ്ട്.